Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ബ്ലാക്ക് കളർ സാരി ആട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ദാ കണ്ടോ, ഞാൻ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. നല്ല ഭംഗിയായിട്ടുള്ള റെഡ് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. ഗ്രീനിൻ്റെ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ സാരി എടുക്കുമ്പോൾ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തേക്ക് വെച്ച് കാണിക്കാം. സാരി ഇവിടെ ഇട്ടേക്കോ. കണ്ടോ, ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ പല്ലുവിൻ്റെ പാർട്ടിലും വരുന്നുണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കാണുന്ന ഭാഗത്തെല്ലാം ഈ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിലേക്ക് ഞാൻ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലീവ്സ് ചെയ്യാനായിട്ട് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെം ചെയ്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ സാരി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു നിങ്ങളതൊന്ന് വെച്ച് കാണിക്കാം എങ്ങനെയുള്ളത്. കേട്ടോ, ഈ ചുരിദാറും എനിക്ക് തോന്നുന്നു അത്യാവശ്യം മാച്ചായിട്ട് വരുന്നുണ്ടല്ലോ. ഈ കളർ കോമ്പിനേഷനുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ ഭംഗിയായിരിക്കും. നോർമലി റെഡ് ബ്ലൗസ് ഇട്ടിട്ട് ഗ്രീൻ പൈപ്പിംഗ് കൊടുത്താൽ ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് പൈപ്പിംഗ് കൊടുത്താൽ ഭംഗിയായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ കാണിച്ച സാരിയുടെ ഡിസൈൻ. 3 ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് അടുത്ത് വെച്ച് കാണിക്കുക കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ത്രെഡിൻ്റെ കളേഴ്സ് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ഒന്ന് കാണാമല്ലോ. കണ്ടോ, എല്ലാവരും പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ബ്ലാക്ക് സാരിയിൽ ഞാൻ ഓർത്ത് ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇരിക്കട്ടെ എന്ന്. ഇനി ലൈറ്റ് കളറ് സാരി വേറെ എടുത്തിട്ട് അതിൽ കൂടി ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. റെഡ് കളർ ത്രെഡിൻ്റെ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1206 ആണ് ഇതിൻ്റെ നമ്പർ കേട്ടോ. റെഡ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ വരുന്ന ത്രെഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നൂല് മാറ്റേണ്ട ആവശ്യമില്ല. സെയിം കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഗ്രീൻ 2 കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരെണ്ണം കുറച്ച് ലൈറ്റ്, പിന്നെ ഒരെണ്ണം കുറച്ചുകൂടി യെല്ലോയിഷ് ആയിട്ടുള്ള ഗ്രീൻ. അതിൻ്റെ ഷെയ്ഡ് 0256 ആണ്. പിന്നെ നെക്സ്റ്റ് ത്രെഡിൻ്റെ ഷെയ്ഡ് 0238 ആൻഡ് 0256 ഈ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ടോട്ടലി 3 ഷെയ്ഡ് ഇതാണ് നൂലുകൾ, അതായത് 2 ഗ്രീൻ ആൻഡ് 1 മൾട്ടി കളർ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ സാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. ഞാൻ സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ചെയ്യുന്നതിന് മുന്നേ ഒരു ലീഫ് കൂടി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഫ്ലൈ സ്റ്റിച്ച് ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ലീഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലൈ സ്റ്റിച്ച് ഞാൻ നേരത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട് നോക്കുക. അപ്പോൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സ്റ്റിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മാക്സിമം നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വർക്ക് എപ്പോഴും നീറ്റാണെങ്കിൽ സാരി കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. ഒരു 6 to 7 സ്റ്റിച്ചസ് ചെയ്യുമ്പോഴേക്കും ഒരു ലീഫ് കംപ്ലീറ്റ് ആകും. അതാണ് ഈ ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കണ്ടോ, ഒരു ലീഫ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ലീഫിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ടൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് അതിൻ്റെ സ്പേസിലേക്ക് തന്നെ കുത്തിയിട്ട് എടുക്കുക. കണ്ടോ, അതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് തിരിച്ച് വെക്കുക ഫ്രെയിം, എന്നിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ 2 ആംഗിളിൽ നിന്നും ചെയ്ത് കാണിക്കുന്നത്. ഈ ഫ്ലൈ സ്റ്റിച്ച് ഏകദേശം ഒരു ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റിച്ചായിട്ടാണ് കേട്ടോ വരുന്നത്. കണ്ടോ, മാക്സിമം ടൈം എടുത്ത് നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ലീഫ് കംപ്ലീറ്റ് കുറച്ചുകൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ആയി കിട്ടും. കണ്ടോ,
ഇത് ബാക്കിലേക്ക് എടുത്തിട്ട് ടൈ ചെയ്യുക. ടൈ ചെയ്യുന്നതോടെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. കണ്ടോ, ഞാൻ നോർമലി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൈ ചെയ്യാറൊന്നുമില്ല. 2-3 പ്രാവശ്യം ഇങ്ങനെ നീഡിൽ കുത്തി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കുക ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് 2 ടൈംസ് ടേൺ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് പിന്നെ ഇങ്ങനെ വലിക്കുക. കണ്ടോ, ടൈ ചെയ്ത് ഇനി നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ പറ്റിയ അരിയത്ത് വെച്ച് കട്ട് ചെയ്യരുത്, കുറച്ച് നീക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ സാരിയിൽ ഞാൻ പിക്ചർ വരച്ചിരിക്കുന്നത് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് പിക്ചർ മനസ്സിലാവുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലവറിൻ്റെ മിഡിലായിട്ടൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് അത്ര വിസിബിൾ അല്ല. അപ്പോൾ ഞാനത് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റായിട്ട് കാണുന്ന വിധത്തിൽ വരയ്ക്കുവാണ് കേട്ടോ. കറക്റ്റ് ആ സ്പേസ് ഒഴിവാക്കി വേണം നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്യാനായിട്ട്. ഫ്ലവർ ചെയ്യാൻ ഇവിടെ ലോങ് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ആ നടുക്ക് വരുന്ന സർക്കിളിൻ്റെ അകത്ത് ഒരു ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ത്രെഡ് മൾട്ടി കളർ ആയതുകൊണ്ട് നമ്മൾ 6 strands ഡയറക്റ്റ് നീഡിലിൽ ഇൻസേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ നീഡിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് 3 times ആണത് ടേൺ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ടേണിങ്ങിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ നോട്ടിൻ്റെ സൈസും ഇൻക്രീസ് ആവും. അപ്പോൾ എന്തുമാത്രം വലിപ്പമുള്ള നോട്ട് വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് ഈ നോട്ടിന് ആ ടേണിങ് സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടേണിങ്ങിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിക്രീസ് ചെയ്തും കൊടുക്കാം. നമുക്ക് ചെറിയ നോട്ട് മതി എന്നുണ്ടെങ്കിൽ 2 times ടേൺ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 3 times ആണ് ടേൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യാനുള്ള ക്ലിയർ ഐഡിയ കിട്ടും. ഫ്രഞ്ച് നോട്ട് ആയതുകൊണ്ട് നമ്മൾ ഫ്രെയിം പിടിക്കുമ്പോഴും കുറച്ച് കെയർഫുള്ളായിട്ട് പിടിക്കുക. അതേപോലെ 2 കൈയും യൂസ് ചെയ്യേണ്ടി വരും. എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് പിടിച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു കൈ കൊണ്ട് വലിച്ച് പിടിച്ചാൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമുക്കിതേപോലെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കറക്റ്റായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചെറിയ നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ നോട്ട് ഒഴിവാക്കി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇൻ ബിറ്റ്വീൻ ചെറിയ നോട്ട്സ് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ കെട്ടുപിടിക്കാതെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ഫ്ലവർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ നോട്ട്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് കുറച്ച് കൈ കൊണ്ടൊന്ന് പതുക്കെ വലിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റിച്ച് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ നൂല് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി കളർ ചേഞ്ച് ആയിട്ട് വരും. ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. പിന്നെ ചില ഷെയ്ഡ്സിനൊന്നും നമുക്ക് ഇതേപോലെ മൾട്ടി കളർ കിട്ടില്ല. ആ സമയത്ത് നമുക്ക് 2-3 സൂചിയിൽ നൂല് കോർത്ത് വെക്കുക. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് നീഡിൽ മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ജോർജറ്റ് സാരിയാണ്. അപ്പോൾ ജോർജറ്റ് സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യാനിരിക്കുന്ന ത്രെഡും സിംഗിൾ ഷെയ്ഡിൻ്റെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റി മാറ്റി ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാ ഞാൻ നിങ്ങളെ പറഞ്ഞ ഇടയ്ക്ക് ചെറിയ നോട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് അത് ഒഴിവാക്കിയിട്ട് സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം നമുക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുക. എന്നാലാണ് നമുക്ക് ഈ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 2 കൈയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രെയിം വെക്കുന്ന സമയത്ത് ടേബിളിൽ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ലോങ് ഫ്രഞ്ച് നോട്ട് തന്നെ നമുക്ക് ചെറുതും വലുതുമാക്കി ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൻ്റെ 2-3 ഫ്ലവറിനും കൂടി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയും ഞാൻ ഫിനിഷ് ആവുന്നതനുസരിച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ വർക്ക് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ സാരിയിൽ ഞാനൊരു 5 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സാരിയുടെ ഫിനിഷ് ആയിട്ടുള്ളതിൻ്റെ റേറ്റ് വരുന്നത് 2200 ആണ്. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജസ് അയയ്ക്കുക. ഈ ഡിസൈൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസൈനാണ്. അതുപോലെ കാണാനും നല്ല ഭംഗിയാട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നാലാണ് നിങ്ങൾക്കിത് വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈറ്റ് ഷെയ്ഡ് സാരിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഡിസൈൻ്റെ പല ഷെയ്ഡ്സും അതേപോലെ സാരി പല കളേഴ്സ് ഇട്ടിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഒരു സ്പേസും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. എന്നാലായിരിക്കും കാണാനായിട്ട് ഭംഗി വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബഞ്ചസ് കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ
ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ശരിയായില്ലല്ലോ എന്നുള്ളോർത്ത് ടെൻഷനൊന്നും വേണ്ട. അതിൻ്റെ അടുത്തുള്ള കുറേ ഫ്ലവേഴ്സും കൂടി വരുമ്പോൾ ടോട്ടലി നല്ല ഭംഗിയിൽ കിട്ടും നിങ്ങൾക്ക്. ഇതിൻ്റെ മിഡിലിൽ നമുക്കൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. അതും ഞാൻ 3 ടൈംസാണ് ടേൺ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നിങ്ങളൊരു സ്റ്റെം ചെയ്യുന്നത് കൂടി കാണിക്കാം കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് ഞാൻ എൻ്റെ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും ചിലർക്കൊക്കെ ഇനി വേറെ വീഡിയോ നോക്കിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസും ഇൻക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റെം ഒരു ലീഫിൻ്റെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. അതായത് നല്ല ചെറുതാക്കിയിട്ടുള്ള ഓരോ സ്റ്റിച്ചസ് ആണെങ്കിലാണ് സ്റ്റെം കാണാൻ ഭംഗിയായിട്ട് വരിക. സ്റ്റെമ്മിൻ്റെ ആ ഒരു സ്റ്റിച്ചിന് വലിപ്പം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കേർവ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ട്രോക്സ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ സ്റ്റെം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ഒരു ലീഫും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാകും, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ ഫ്ലൈ സ്റ്റിച്ചാണ് ലീഫ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റിച്ചിനേക്കാളും ഒരു ഹാഫ് വർക്ക് നമുക്ക് സേവ് ചെയ്യാം. അതായത് ഒറ്റ സ്റ്റിച്ചിൽ നമ്മുടെ ലീഫിൻ്റെ 2 സൈഡും ഫിനിഷായി വരും. അപ്പോൾ നമുക്ക് വേഗം ഒരു 6 or 7 ടൈംസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലീഫ് വരയ്ക്കുന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോയുടെ ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് വരുന്നുണ്ട്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടുള്ള മെസ്സേജൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാനും അങ്ങനെ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. പിന്നെ ചില വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി പേര് നെറ്റ് കോട്ടയുടെ പ്ലെയിൻ സാരീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ എനിക്ക് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കളേഴ്സ് ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻ്റ് ആയിട്ട് അയച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയ ഡിസൈൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്ത് തീരുന്നതനുസരിച്ചിട്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.